ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി BPCC 141 പോസിറ്റീവ് സൈക്കോളജി യൂണിറ്റ് 1 പാർട്ട് 1. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് BPCC 141 പോസിറ്റീവ് സൈക്കോളജിയിലെ ഒന്നാമത്തെ യൂണിറ്റിന്റെ ഒന്നാം ഭാഗമാണ്. In this video, we will cover positive psychology 1.0 and positive psychology 2.0. ഈ വീഡിയോയിൽ നമ്മൾ പോസിറ്റീവ് സൈക്കോളജി 1.0, പോസിറ്റീവ് സൈക്കോളജി 2.0 എന്നിവയാണ് പഠിക്കുന്നത്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ യുവർ എക്സാംസ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. ലെറ്റ് us start with our first topic. നമുക്ക് ഒട്ടും സമയം കളയാതെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ടോപ്പിക് 1, പോസിറ്റീവ് സൈക്കോളജി 1.0, മാർട്ടിൻ സെലിഗ്മൻ. മാർട്ടിൻ സെലിഗ്മൻ is the father of positive psychology. മാർട്ടിൻ സെലിഗ്മാൻ ആണ് പോസിറ്റീവ് സൈക്കോളജിയുടെ പിതാവ്. ഓൾഡ് സൈക്കോളജി ഓൺലി സ്റ്റഡീസ് സാഡ്നെസ്, മെന്റൽ സിക്നസ് ആൻഡ് പ്രോബ്ലംസ്. പഴയ സൈക്കോളജി എപ്പോഴും സങ്കടം, മാനസിക അസുഖങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് പഠിച്ചിരുന്നത്. ബട്ട് പോസിറ്റീവ് സൈക്കോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഓപ്റ്റിമൽ ഹ്യൂമൻ ഫംഗ്ഷനിങ്. എന്നാൽ പോസിറ്റീവ് സൈക്കോളജി എന്നാൽ മനുഷ്യന്റെ മികച്ച പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ്. ദിസ് മീൻസ് ഇറ്റ് സ്റ്റഡീസ് വാട്ട് ഗോസ് റൈറ്റ് ഇൻ ലൈഫ് ആൻഡ് വാട്ട് മേക്സ് ലൈഫ് വർത്ത് ലിവിംഗ്. അതായത് ജീവിതത്തിൽ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നും ജീവിതത്തെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണെന്നുമാണ് ഇത് പഠിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റീസ് ഗ്രോ ആൻഡ് ബി ഹാപ്പി. ഇത് മനുഷ്യരെയും സമൂഹത്തെയും വളരാനും സന്തോഷമായിരിക്കാനും സഹായിക്കുന്നു. അക്കോർഡിംഗ് ടു സെലിഗ്മാൻ, ദർ ആർ 3 മെയിൻ പില്ലേഴ്സ്. സെലിഗ്മാന്റെ അഭിപ്രായത്തിൽ ഇതിന് പ്രധാനപ്പെട്ട 3 തൂണുകളുണ്ട്. ദ ഫസ്റ്റ് പില്ലർ ഇസ് പോസിറ്റീവ് എക്സ്പീരിയൻസസ്. അതിലെ ഒന്നാമത്തെ തൂണാണ് പോസിറ്റീവ് എക്സ്പീരിയൻസ്. ഇറ്റ് മീൻസ് സ്റ്റഡിങ് ഹാപ്പി ഫീലിംഗ്സ് അക്രോസ് ഡിഫറെന്റ് ടൈംസ് ഇൻ ലൈഫ്. ജീവിതത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലെ സന്തോഷമുള്ള വികാരങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഇറ്റ് ഇൻക്ലൂഡ്സ് കണ്ടെന്റ്മെന്റ് വിത്ത് ദ പാസ്റ്റ്, പ്ലഷർ ഇൻ ദ പ്രസന്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. അതായത് കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള സംതൃപ്തി, വർത്തമാനകാലത്തെ ആനന്ദം, ഭാവി കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്നിവ ഇതിൽ വരുന്നു. ദ സെക്കൻഡ് പില്ലർ ഈസ് പോസിറ്റീവ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ്. രണ്ടാമത്തെ തൂണാണ് പോസിറ്റീവ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ്. ഇറ്റ് മീൻസ് സ്റ്റഡിങ് എ പേഴ്സൺസ് ഗുഡ് ക്വാളിറ്റീസ് ആൻഡ് സ്ട്രെങ്ത്സ്. അതായത് ഒരു വ്യക്തിയുടെ നല്ല ഗുണങ്ങളെയും കഴിവുകളെയും കുറിച്ച് പഠിക്കുക. എക്സാമ്പിൾസ് ആർ ഹാർഡ് വർക്ക്, ക്രിയേറ്റിവിറ്റി, ക്യൂരിയോസിറ്റി, കൈൻഡ്നസ് ആൻഡ് സെൽഫ് കൺട്രോൾ. കഠിനാധ്വാനം, സർഗാത്മകത, ജിജ്ഞാസ, ദയ, സ്വയം നിയന്ത്രണം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ദ തേർഡ് പില്ലർ ഈസ് പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൂന്നാമത്തെ തൂണാണ് പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇറ്റ് മീൻസ് സ്റ്റഡിങ് ദ ഗ്രൂപ്പ്സ് ആൻഡ് പ്ലേസസ് വി ലിവ് ഇൻ. നമ്മൾ ജീവിക്കുന്ന ഗ്രൂപ്പുകളെയും സ്ഥലങ്ങളെയും കുറിച്ച് പഠിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. We study strong families, good workplaces and communities. ശക്തമായ കുടുംബങ്ങൾ, നല്ല ജോലിസ്ഥലങ്ങൾ, നല്ല സമൂഹങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. We look at what makes them good, like fairness, leadership and teamwork. നീതി, ലീഡർഷിപ്പ്, കൂടായ്മ എന്നിവയിൽ ഏതാണ് അവയെ മികച്ചതാക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. Next is the PP Manifesto. അടുത്തതാണ് PP Manifesto. It says that to be happy, we must study human life in many different areas. നമുക്ക് സന്തോഷം വേണമെങ്കിൽ മനുഷ്യ ജീവിതത്തെ പല മേഖലകളിൽ പഠിക്കണമെന്ന് ഇത് പറയുന്നു. ലൈക്ക് അവർ ബോഡി, അവർ പേഴ്സണൽ ലൈഫ്, അവർ ഫാമിലി, അവർ സ്കൂൾസ് ആൻഡ് അവർ കൾച്ചർ. നമ്മുടെ ശരീരം, വ്യക്തിജീവിതം, കുടുംബം, സ്കൂളുകൾ, സംസ്കാരം എന്നിവ പോലെ പല മേഖലകൾ ഇതിൽ വരുന്നു. ടോപ്പിക് 2, പോസിറ്റീവ് സൈക്കോളജി 2.0, പോൾ ടി വോങ്. Dr. Paul T. Wong started existential positive psychology, which is called PP 2.0. ഡോക്ടർ പോൾ ടി വോങ് ആണ് എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി അഥവാ P 2.0 ആരംഭിച്ചത്. ഹി സെഡ് സെലിഗ്മാൻസ് PP 1.0 ഇസ് റോങ് ബിക്കോസ് ഇറ്റ് ഓൺലി ലുക്സ് അറ്റ് ഹാപ്പി തിങ്സ്. സെലിഗ്മാന്റെ PP 1.0 തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു, കാരണം അത് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. വോങ് സേസ് ദാറ്റ് ബാഡ് ഫീലിംഗ്സ് ആൻഡ് സഫറിംഗ് ആർ ഓൾസോ നീഡഡ് ഫോർ എ പേഴ്സൺ ടു ഗ്രോ. വിഷമങ്ങളും സങ്കടങ്ങളും ഒരു മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് വോങ് പറയുന്നു. ഫ്ലറിഷിംഗ് ത്രൂ സഫറിംഗ് ഇസ് ദ മെയിൻ ഐഡിയ ഓഫ് PP 2.0. സങ്കടങ്ങളിലൂടെ വളരുക എന്നതാണ് PP 2.0 പ്രധാന ആശയം. ഇറ്റ് മീൻസ് ഗ്രോയിങ് ഈവൻ ഡ്യൂറിംഗ് ഹാർഡ് ടൈംസ്. അതായത് കഠിനമായ സാഹചര്യങ്ങളിലും വളരുക എന്നാണ് ഇതിന്റെ അർത്ഥം. വോങ് യൂസ്ഡ് ഐഡിയാസ് ഫ്രം വിക്ടർ ഫ്രാങ്കൽ, ഹു റോട്ട് മാൻ സെർച്ച് ഫോർ മീനിങ്. വിക്ടർ ഫ്രാങ്ക്ലിൻ എഴുതിയ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകത്തിലെ ആശയങ്ങളാണ് വോങ് ഇതിനായി ഉപയോഗിച്ചത്. Frankl said that when people lose hope, they get very sad and depressed. ആളുകൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ അവർ വളരെ സങ്കടപ്പെടുകയും ഡിപ്രഷനിലാകുകയും ചെയ്യുമെന്ന് ഫ്രാങ്ക്ലിൻ പറഞ്ഞു. But if they find a meaning in their pain, they can survive anything and be happy. എന്നാൽ തങ്ങളുടെ വേദനയിൽ ഒരു അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞാൽ അവർക്ക് ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് സന്തോഷിക്കാൻ കഴിയും.
PP2.0 helps answer big life questions like Who am I and what is my dream job? ഞാൻ ആരാണ്, എന്റെ ഡ്രീം ജോബ് എന്താണ് തുടങ്ങിയ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ PP2.0 സഹായിക്കും. Wong's research says a good life comes from 8 simple sources of meaning. ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നത് 8 ലളിതമായ കാര്യങ്ങളിൽ നിന്നാണെന്ന് വോങ്ങിന്റെ പഠനങ്ങൾ പറയുന്നു. They are happiness, achievement, love and family and good relationships. അവ സന്തോഷം, വിജയം, സ്നേഹവും കുടുംബവും നല്ല ബന്ധങ്ങളുമാണ്. It also includes loving yourself, helping other people, religion and fairness. കൂടാതെ സ്വയം സ്നേഹിക്കൽ, മറ്റുള്ളവരെ സഹായിക്കൽ, മതം, നീതി എന്നിവയും ഇതിൽ വരുന്നു. That is all for part 1 of this unit. ഈ യൂണിറ്റിന്റെ ഒന്നാം ഭാഗത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. Please watch part 2 for the remaining topics. ബാക്കി ടോപ്പിക്കുകൾക്കായി ദയവായി രണ്ടാം ഭാഗം കാണുക. If you like this video, please like and share with your friends. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you.